ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ പെട്ടെന്ന് എടുക്കാം എന്ന് നമുക്ക് നോക്കാം. അവിടെ പറയുന്നത് എയും ബിയും സിയും കൂടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എ എടുക്കുന്നതിനേക്കാളും 6 മണിക്കൂർ കുറവാണ്, ബി എടുക്കുന്നതിനേക്കാളും 1 മണിക്കൂർ കുറവാണ്, ആൻഡ് സി എടുക്കുന്നതിന്റെ പകുതി സമയം എയും ബിയും സിയും കൂടി എടുക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ തിരിച്ചും പറഞ്ഞൂടെ എന്ന് പറയുമ്പോൾ എയും ബിയും സിയും കൂടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ടി ആണെങ്കിൽ നമ്മുടെ എ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ ടീനേക്കാളും 6 മണിക്കൂർ കൂടുതലാണ് തിരിച്ച് എന്ന് നമുക്ക് പറയാം. അതുപോലെ ബി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇവർ ഒരുമിച്ച് എടുക്കുന്നതിനേക്കാളും 1 മണിക്കൂർ കൂടുതലും, സി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എയും ബിയും സി കൂടി എടുക്കുന്നതിന്റെ ഇരട്ടിയാണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ആ ഒരു ആദ്യത്തതും അവസാനത്തതും എ ബി സിയും സി കൂടി ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എയും ബിയും സിയുടെ ആ ഒരു ടൈമിന്റെ റേഷ്യോസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയുടെ ടൈമിന്റെ റേഷ്യോ 1 ആണെങ്കിൽ സിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് അവിടെ കാണാം എ എടുക്കുന്ന സമയം എയും ബിയും സിയും കൂടി എടുക്കുന്ന സമയം സി എടുക്കുന്നതിന്റെ പകുതിയാണെന്ന് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടൈമിന്റെ റേഷ്യോ 1:2 ആണെങ്കിൽ എഫിഷ്യൻസിയുടെ റേഷ്യോ 2:1 ആയിരിക്കണ്ടേ. എന്നാൽ എ ബി സിയുടെ എഫിഷ്യൻസി 2 ആണെങ്കിൽ സിയുടെ എഫിഷ്യൻസി 1 ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ എഫിഷ്യൻസി ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എയും ബിയും സിയുടെ എഫിഷ്യൻസി ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ 2 ആണെങ്കിൽ അതിൽ സിയുടെ മാത്രം 1 ആണെന്ന് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ എയുടെയും ബിയുടെയും കൂടി എന്തായിരിക്കണം 1 ആയിരിക്കണം, എന്നാലല്ലേ നമുക്ക് ഇവിടെ 2 വരത്തുള്ളൂ. സോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, നമ്മുടെ എയും ബിയും എടുക്കുന്ന സമയവും സി എടുക്കുന്ന സമയം എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇവർ വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ എയും ബിയും സി 1 ആണ്, എ ബിയും കൂടി 1 ആണ്, സിയും 1 ആണ്, ആൻഡ് ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു എ ബി സിയുടെ ടോട്ടൽ എഫിഷ്യൻസി 2 വരുന്നത്. സോ സി എന്ത് സമയമാണോ എടുക്കുന്നത് അതേ സെയിം സമയമാണ് എയും ബിയും കൂടി വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്ന എയും ബിയും കൂടി വർക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റൻസ് വരുമ്പോൾ നമ്മൾ യൂഷ്വലി പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി ഇപ്പൊ എയും ബിയും കൂടി ഒരുമിച്ച് ചെയ്യാൻ എടുക്കുന്ന സമയവും എ ഒറ്റയ്ക്കും ബി ഒറ്റയ്ക്കും ചെയ്യാൻ എടുക്കുന്ന സമയത്തിന്റെ റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ്. എയും ബിയും കൂടി ഒരുമിച്ച് ചെയ്യാൻ എടുക്കുന്ന സമയം ഇപ്പം ടി ആണെങ്കിൽ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു എയും ബിയും സിയും കൂടി ടി ആണെങ്കിൽ എയും ബിയും കൂടി 2t ആണ്. അങ്ങനെ നമുക്ക് ആ 2t എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T1 into T2. T1 into T2 എന്ന് പറഞ്ഞാൽ എയും ബിയും എക്സ്ട്രാ എടുക്കുന്ന സമയം. അപ്പൊ എക്സ്ട്രാ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എയും ബി എടുക്കുന്ന സമയം നമുക്കറിയാം, എയും ബിയും കൂടി ഒരുമിച്ച് ചെയ്തെടുക്കുന്ന സമയം നമുക്കറിയാം. അപ്പൊ എയും ബിയും കൂടി ഒരുമിച്ച് എടുക്കുന്ന സമയത്തിനേക്കാൾ എ എത്ര കൂടുതൽ എടുക്കുന്നു ബി എത്ര കൂടുതൽ എടുക്കുന്നു എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവർ ഒരുമിച്ച് എടുക്കുന്ന 2t ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ആ ടി +6 അത് നമുക്ക് ഇവിടെ മൈനസ് വരുന്നുണ്ട്, -6 എന്ന് വരും. അതേപോലെ അടുത്ത കേസ് കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ 2t മൈനസ് നമുക്ക് ആ ഒരു t-1 എന്ന് എടുക്കാം. സോ നമ്മൾ അതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ അതിന്റെ ആ റൂട്ട് ഒന്ന് മാറ്റുമ്പോൾ നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ 4t² എന്ന് വരും, ഈക്വൽ ടു നമുക്ക് ഇവിടെ ഇത് t-6 എന്നും ഇത് നമുക്ക് t-1 എന്നും വരും. ഇനി നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ 4t² ഈക്വൽ ടു നമുക്ക് ഇവിടെ t² +6 -70 എന്ന് വരും. ഫർദർ നമ്മൾ ഇതിനെ ഒന്ന് പ്രോപ്പർ ഇക്വേഷനിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഈ t² ഇപ്പുറത്ത് നിന്ന് 40 എന്ന് മൈനസ് ആയി കഴിഞ്ഞാൽ 3t² +70 -6 ഈക്വൽ ടു 0 എന്ന് വരും. ഇനി നമ്മൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. സോ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് രണ്ട് ആൻസേഴ്സ് ആയിരിക്കും വരാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ ടിയുടെ ആൻസർ എന്ന് പറയുന്നത് -9/3 എന്ന് വരും, ഒരു ആൻസർ നമുക്ക് ഇവിടെ 2/3 എന്നും വരും. അപ്പൊ നമുക്ക് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുലയോ അല്ലെങ്കിൽ സമ്മും പ്രൊഡക്റ്റോ അങ്ങനെ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ നെഗറ്റീവ് ആൻസർ ഇഗ്നോർ ചെയ്ത് പോസിറ്റീവ് ആൻസർ നമ്മൾ എടുക്കും. സോ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ടിയുടെ വാല്യൂ എന്ന് പറയുന്നതാണ് 2/3 എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് വേണ്ടിയത് എന്താ, എയും ബിയും കൂടി ചെയ്തെടുക്കുന്ന സമയം അത് എത്രയാണ്, 2t ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു എയും ബിയും കൂടി ചെയ്തെടുക്കുന്ന സമയം 2t ആണെങ്കിൽ നമ്മൾ ഈ കിട്ടിയ ആൻസറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരും, 4/3 എന്ന് വരും. സോ യൂണിറ്റ് അല്ല ഹവേഴ്സിലായിട്ട് നമുക്ക് ആൻസർ 4/3 ഹവേഴ്സ് എന്ന് ആൻസർ വരും. സോ ഓപ്ഷൻ ഡി 4/3 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ അത്യാവശ്യം വളരെ നല്ലൊരു ക്വസ്റ്റൻ ആണ്, വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ നമുക്ക് പക്ഷേ വളരെ ഈസി ആയിട്ട് ഈ ഒരു ഷോർട്ട് കട്ട് അറിയാമെങ്കിൽ നമുക്ക് ഇവർ ഒരുമിച്ച് ചെയ്തെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇവരുടെ റൂട്ട് ഓഫ് ഇവർ ഓരോരുത്തരും ഒരുമിച്ച് എടുക്കുന്നതിനേക്കാൾ എത്ര കൂടുതൽ എടുക്കുന്നു ആ സമയത്തിന്റെ പ്രോഡക്റ്റ് ആ ഒരു ടൈമിന്റെ പ്രോഡക്റ്റിന്റെ സ്ക്വയർ റൂട്ടിന് ഈക്വൽ ആണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്, കുറച്ച് വലിയ ക്വസ്റ്റൻ ആണ്, പക്ഷെ നമുക്ക് ആൻസർ എടുക്കാൻ വലിയ കൺഫ്യൂഷൻസ് ഇല്ല, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. താങ്ക് യു.